നമസ്തേ, നമസ്കാരം. അപ്പോൾ സാധാരണ സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ കരിമാലൂർ പാടശേഖരമായി ബന്ധപ്പെട്ട ഒരു കാഴ്ച, മനോഹരമായ ഒരു കാഴ്ചയാണ്. അതൊന്ന് നേരിട്ട് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി. തീർച്ചയായിട്ടും അത് വീഡിയോ ഞാൻ പകർത്തി. കാരണം മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു നെല്ല് ശേഖരം, മെഷീൻസ് ഉപയോഗിച്ചുള്ള നെല്ല് ശേഖരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ കവർ ചെയ്യുമ്പോഴാണ് ബൽരാജ് എസ് പിള്ള എന്ന് പറയുന്ന ഒരു വളരെ സ്നേഹം നിറഞ്ഞ ഒരു സുഹൃത്തിനെ കാണാൻ സാധിച്ചത്. ആ ഒരു സുഹൃത്താണ് മെഷീൻസ് ഉപയോഗിച്ച് നെല്ല് ശേഖരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുറച്ച് നല്ല വാക്കുകളും നമുക്ക് വീഡിയോയിൽ പകർത്താൻ സാധിച്ചു. തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് കാണണം. ആദ്യമായിട്ടാണ് മെഷീൻസ് ഉപയോഗിച്ചുള്ള നെല്ല് ശേഖരണം നേരിൽ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാരണം ഒത്തിരി തൊഴിലാളികൾ പണം തരുന്ന ഈ ഒരു പാടമാണ് ശരിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ മെഷീൻസ് ഉപയോഗിച്ചാണ്, എന്തുകൊണ്ടാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് തന്നത്. നല്ലതായിരുന്നു. നെല്ല് വീഴുമ്പോഴാണല്ല ആ വിതച്ചവൻ കൊയ്യുന്നൊരു മനസ്സിലുണ്ടാവുന്ന ഒരു കുളിര് നേരിട്ട് കാണേണ്ട കാഴ്ച തന്നെയാണ്.
കരുമാലൂർ പഞ്ചായത്തിൽ മൊത്തം 1000 ഏക്കർ നെൽകൃഷിയുണ്ട്. കരുമാലൂർ പഞ്ചായത്തിൽ മൊത്തത്തിൽ 1000 ഏക്കർ നെൽകൃഷിയാണ്. അതിൽ 60 ഏക്കർ പൊക്കാളിയാണ്. മെഷീൻ ഉപയോഗിച്ചുള്ള ഈ ഒരു കൊയ്ത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ മെഷീൻ വന്നതിന് ശേഷം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മാനുവലി ചെയ്യുന്നേക്കാളും വളരെ സ്പീഡിൽ കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട്. 2-3 ടൈപ്പിലുള്ള മെഷീനുകൾ ഉണ്ട് ഇവിടെ. ഇപ്പം എന്ന് പറഞ്ഞാൽ ചെളിയിൽ ഇറങ്ങുന്ന മെഷീൻ, ആ മെഷീന് ഈ വൈക്കോല് കിട്ടില്ല. ഇപ്പോൾ ഇറങ്ങുന്ന മെഷീൻ മിക്കവാറും വൈക്കോലിനെ പ്രതിനിധിക്കുന്നത് നമ്മൾ എല്ലാം പ്രതീക്ഷിക്കുന്നത് നെല്ല് മാത്രമാണ്. മുൻകാലത്ത് വന്നിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ യാൻമർ, കുബോട്ട, കർത്താറ്, ക്ലാസ്, ഇങ്ങനെ 4 തരം മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഈ യാൻമർ എന്ന മെഷീനിൽ നെല്ലും വൈക്കോലും കിട്ടും നമുക്ക്. അതിൽ വൈക്കോല് നമുക്ക് മനുഷ്യൻ കൈകൊണ്ട് കൊയ്ക്കണ പോലെ കൊയ്തിട്ട് അത് പുറകിൽ വീഴും, അത് കൈകൊണ്ട് കെട്ടിയെടുക്കാൻ പറ്റും. ഇതിൽ വൈക്കോല് പൊടിഞ്ഞു പോവും, റോൾ അടിച്ചിട്ട് വരും. ഈ ഒരു ഭാഗത്ത്, അതായത് ഈ കരുമാലൂർ പഞ്ചായത്തിൽ 6-ാം വാർഡിൽ മാത്രം 210 ഏക്കർ നെൽകൃഷിയുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ ജ്യോതി എന്ന് പറഞ്ഞ വിത്താണ് ഇട്ടേക്കുന്നത്. ഈ പ്രാവശ്യം മഴ ഇങ്ങനെ മാറി മറിഞ്ഞ് നിന്നായിരുന്നു നെല്ല് വളരെ മോശം. കാരണം 1.5 മേനി വീഴും. അതായത് ഒരു മേനി കണക്ക് പറഞ്ഞാൽ 1 ഏക്കറിന് 1500 കിലോ നെല്ല് കിട്ടണം മിനിമം. ഇവിടെ 2200 പരമാവധി കിട്ടാനുള്ള ഇവിടുത്തെ മണ്ണിന്റെ പരിശോധന എന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഈ പ്രാവശ്യം ആൾക്ക് ഒരു മേനിയില്ല, 1000 പോലും കിട്ടുന്നില്ല. ശരിക്കും മെഷീൻ വെച്ച് യൂസ് ചെയ്യുന്നതാണെന്നല്ല, അല്ലാതെ തീർച്ചയായിട്ടും ഇപ്പം തീർച്ചയായിട്ടും മെഷീൻ വെച്ച്. കാരണം എന്ന് വെച്ചാൽ അവൈലബിലിറ്റി ഇല്ല, മാൻ പവർ അവൈലബിലിറ്റി വളരെ കുറവ്. അത് തന്നെ ഇപ്പോൾ ഉണക്കാനും അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം പ്രകൃതി അനുവദിക്കുന്നില്ല എന്നല്ല, മനുഷ്യപ്രയത്നം കിട്ടാനും മനുഷ്യരെ കിട്ടാനില്ല. ഇപ്പൊ ഹിന്ദിക്കാർ വന്നാലും കുറച്ച് പണിക്കാരെ കിട്ടാനില്ല, അതാണ് പ്രധാന പ്രശ്നം. ഇപ്പൊ പണിക്കാർ തന്നെ മിക്കവാറും ബംഗാളീസാണ് ഇവിടെ ഉള്ളത്. മുൻകാലത്തൊക്കെ നല്ല ചെറുപ്രായത്തിലൊക്കെ മൊത്തം ഈ നാട്ടുകാർ തന്നെയായിരുന്നു. ഓരോ കുടുംബക്കാർക്കും ഓരോ ഇതുണ്ട്. ഞാനൊരു കർഷക കുടുംബത്തെ കുറിച്ച്, എനിക്ക് സ്വന്തമായിട്ട് 4 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ 12 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് 10-300 വാഴ വെക്കുന്നുണ്ട്, 500 ചേന വെക്കും. എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി കംപ്ലീറ്റ് ഉണ്ടാക്കും. കൃഷിയോട് വലിയൊരു താല്പര്യം തന്നെയാണ് ഫാമിലി. തീർച്ചയായിട്ടും ഞാനിത് കൂടാതെ എനിക്ക് ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു 2000-3000 പണിയെടുക്കാൻ പറ്റിയ എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉണ്ട്, 4-5 പണിക്കാരുണ്ട്, എല്ലാ ഫെസിലിറ്റികളും വർക്ക്ഷോപ്പ് ഉണ്ട്. അത് നമ്മൾ ചെറുപ്പം പോലെ ആകുന്ന ഭയങ്കര സുഖമുള്ള കാര്യമാണത്. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് പ്രകൃതിയിൽ വിതച്ചിട്ട് അതിൽ നിന്നൊരു എന്ത് സാധനമല്ലേ, ഒരു ധാന്യം വിതച്ച് അതിന്റെ വിളവെടുക്കാന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതിന്റെ ഒരു സ്വാതന്ത്ര്യം, അതിലും വലിയ സുഖം വേറെ ഇല്ല ജീവിതത്തിൽ. ഞാൻ അതുകൊണ്ടിട്ട് എനിക്ക് ഡെയിലി 3000 രൂപ പണിയെടുക്കുന്ന ആളാണ്. പക്ഷെ അത് പണിയെടുക്കില്ല. ഞാൻ ഈ കൊയ്ത്ത് ആ കൊയ്ത്തിന്റെ സമയത്ത് പാടന്നു മാറില്ല, ഫുൾ ടൈം ഇവിടെ തന്നെ ഇരിക്കും. ഇപ്പൊ ഒരു 5 വർഷം നമ്മൾ മലവെള്ളം, ഈ പ്രളയം എന്ന് പറഞ്ഞ സംഭവം 2018 ഉണ്ടായപ്പോൾ അതിനുശേഷം നമുക്ക് 5 വലിയൊരു നാശനഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും. അതിനുശേഷം തുടർന്നുള്ള 5 വർഷക്കാലം നമുക്ക് വൻ നഷ്ടങ്ങളാണ്. എല്ലാവരും ബാങ്കിൽ നിന്ന് ഈ കിസാൻ കാർഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് പൈസ എടുക്കുന്നത്. നമുക്ക് 4% പലിശയ്ക്ക് കാശ് കിട്ടും. അതിനുശേഷം ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം നമ്മളൊരു സ്പെഷ്യൽ കാര്യം ഉള്ളത്, മൂപ്പ് കൊടുത്തത്. നോർമലി നമ്മൾ ഇവിടെ 110 മുതൽ 120 ദിവസം വരെയുള്ള മൂപ്പുള്ളതാണ്. ഈ പ്രാവശ്യം അന്ന് നമ്മൾ ഇവിടെ 180 ദിവസം മൂപ്പുള്ള പൊന്മണി, വെള്ളപ്പൊന്മണി എന്ന് പറഞ്ഞ വിത്തായിരുന്നു. പക്ഷെ നല്ല ലാഭമായിരുന്നു എല്ലാവർക്കും. എനിക്കും നല്ല ലാഭം കിട്ടി. നമ്മളിതെല്ലാം ഇൻഷുറൻസ് 2 രീതിയിൽ ഇൻഷുറൻസ് ചെയ്യും. ഒന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊരു ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് നമ്മൾ 2-3 വർഷം കഴിയുമ്പോൾ ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഭയങ്കര തുക കൂടുതലാണ്. 1 ഏക്കറിന് 640 പ്ലസ് ടാക്സ് ആണ് പെർ ഏക്കറിന് വരുന്നത്. ഇവിടെ കേരള ഗവൺമെന്റിന് 100 രൂപ, അതിൽ ഇന്നവരൊന്നും കിട്ടിയിട്ടില്ല. സെൻട്രൽ മിനിസ്ട്രിയുടെ നമുക്ക് ഒരു 3 വർഷത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന ഈ 10 ഏക്കറിന് എനിക്ക് 1,90,000 രൂപ കിട്ടി. അത് ഒരു മെച്ചൂർ. കാരണം നമുക്ക് ആ 5 വർഷത്തെ കൃഷിയുടെ നഷ്ടത്തിൽ നിന്ന് ചെറിയൊരു മോചനം വരുന്നത്. മുൻകാലത്ത് എന്ന് പറഞ്ഞാൽ മെഷീനില്ലാതെ എല്ലാം മാനുവലി അരിവാൾ ഉപയോഗിച്ച് സ്ത്രീജനങ്ങൾ കൊയ്തെടുത്ത് തലക്കി ചുമന്ന് വീടുകളിൽ കൊണ്ട് കാലുകൊണ്ട് മെതിക്കുക, അല്ലെങ്കിൽ നിലത്തിട്ടിട്ട് വടി വെച്ച് തല്ലിയാണ് നിൽക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് കൂലിച്ചെലവുകൾ കൂടുതൽ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് പുതിയ ജനതകളൊന്നും പുതിയ കുട്ടികളൊന്നും ഈ സംരംഭത്തിലേക്ക് വരുന്നില്ല. അങ്ങനെയാണ് മെഷീനറികൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിങ്ങനെ ഈ ആൾക്കാർ കൊയ്ത് ആൾക്കാർ ചവിട്ടി മെതിച്ചാലും നല്ലതാവും എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണത്. അത് ചുമ്മാ ഈ മെഷീനിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിലും. പിന്നെ ഇതിൽ നമ്മൾ പരമാവധി ഈ ഗ്രീൻ ഡിസൈനുകളുള്ള വളങ്ങളും ഗ്രീനറി സിമ്പലുള്ളത്, മറ്റുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നം. ഞങ്ങൾ ഭൂരിഭാഗം ജൈവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഭൂരിഭാഗം ഗവൺമെന്റ് നിശ്ചയിക്കുന്നത്, ഗവൺമെന്റിന്റെ സപ്ലൈകോ അല്ല, ഞങ്ങളുടെ സൊസൈറ്റി വഴി സർക്കാർ നിശ്ചയിക്കുന്ന കൃഷിഭവൻ തരുന്ന വളങ്ങളും കീടനാശിനികളും മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഗ്രീൻ സിമ്പിൾ ഇല്ലാത്ത ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതിൽ മാത്രമാണ് സംഗതി പ്രശ്നങ്ങൾ. തമിഴ്നാട്ടിൽ നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ പച്ചക്കറികൾ വരുമ്പോൾ അതിൽ ഇതിൽ ഞങ്ങൾ യാതൊരു ഈ ഗവൺമെന്റ് അംഗീകൃതമല്ലാത്ത യാതൊരു കീടനാശിനികളോ വളങ്ങളോ പള്ളപ്രയോഗങ്ങളോ ഒന്നും നടത്താറില്ല. നാച്ചുറലായിട്ടാണ് ഗവൺമെന്റ് അംഗീകൃതമായിട്ട് ഗവൺമെന്റ് ത്രൂ കൃഷിഭവൻ ത്രൂ അത് സൊസൈറ്റി വഴി മേടിച്ചിരിക്കുന്ന വളങ്ങളെല്ലാം സ്വയം ആരും ഒന്നും ചെയ്യുന്നില്ല. അത് കാരണം അതിലാണ് പണ്ട് കാലങ്ങളിൽ പറഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളിൽ വരുന്നതിൽ കൃത്രിമങ്ങൾ. നമ്മുടെ ഇവിടെ ചെയ്യുന്നത് 100% ഗവൺമെന്റ് അംഗീകൃതമായ രീതിയിലാണ്. അതുകൊണ്ടിട്ട് മെഷീൻ ഉപയോഗിച്ച് നട്ടെന്ന് വെച്ചോ മെഷീൻ ഉപയോഗിച്ച് കൊയ്തെന്ന് വെച്ചോ ആ സാധനങ്ങൾക്ക് യാതൊരു ദോഷം വരാനില്ല. ആളുകളുടെ യാതൊരു ആരോഗ്യ പ്രശ്നമില്ല. ഇത് മെഷീൻ കൊയ്യെന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നമില്ല. നമുക്ക് കുറച്ച് ലാഭമുണ്ട്. കാരണം നമുക്ക് ഈ ആൾക്കാരൊക്കെ കൊടുക്കുന്ന കൂലിയിലും പെട്ടെന്ന് അതിൽ കൂടുതൽ അളവ് സാധനം ഇതിൽ
പെട്ടെന്ന് കൊയ്ത് തീർക്കാൻ പറ്റും. ഇതായിട്ടുള്ള വർക്കുകളൊക്കെ അതെ, പെട്ടെന്ന് വർക്ക് ചെയ്യും. നമുക്ക് സമയ ലാഭമുണ്ട്, പൈസ ലാഭമുണ്ട്.